അള്ളാഹുവോട്, അള്ളാഹുവെ ഞാൻ ഇങ്ങനെ കുറെ മദ്യപിച്ചിരുന്നു, ഇനി നന്നാവാണ്, മാപ്പാക്കണേ. നന്നാവാൻ തീരുമാനിച്ചാലട്ടാ, അത്രയാണ് ഈ പറഞ്ഞ അർത്ഥം. അപ്പോൾ അള്ളാഹുവിനായൊക്കെ പുറത്ത് കൊടുക്കാവുന്നതുമാണ്. എന്നായത് പുറത്തു കൊടുത്തേക്കും എന്നായത്. എന്നാൽ ഒരാൾ കുറെ ആളുകളെ നിന്ന് പലിശയോ പറ്റിച്ചതനോ വാങ്ങിയിരുന്നു എങ്കിൽ അള്ളാഹുവെ ഞാൻ കുറെ ആൾ പറ്റിച്ചിരുന്നു, മാപ്പാക്കണേ, പറയാൻ പറ്റില്ല. ആ പറ്റിച്ച ആളുകളെ കൊണ്ട് പറ്റിക്കപ്പെട്ട വസ്തുവിനെ മടക്കുകയോ അല്ലെങ്കിൽ അവരെ കൊണ്ട് പൊരുത്തപ്പെടിക്കുകയോ ചെയ്യാതെ അള്ളാഹുലേക്ക് കൈ നീട്ടാനുള്ള ചാൻസേ ഇല്ല. അവിടെയാണ് പ്രശ്നം. അതായത് അള്ളാഹുവിന്റെ കാര്യം മാപ്പാക്കിയാലും അബ്ദിന്റെ കാര്യം മാപ്പാക്കില്ല. അത് വലിയ പ്രശ്നമാണ്. അബ്ദിന്റെ കാര്യത്തിൽ അള്ളാഹു കൈവെക്കുകയില്ല. ഒരു പക്ഷേ മദ്യപാനം വ്യഭിചാരം പുറത്തേക്കാം, എന്നാലും ഈ ലോട്ടറി പോലെയുള്ള ചൂതാട്ടം പുറത്തില്ല, ഒരിക്കലും പുറത്തില്ല. കാരണം അത് അബ്ദിൽ കൈവെക്കുകയാണ്. അബ്ദിന്റെ കഷ്ടപ്പാടിന്റെ നേരത്തെ അബ്ദിനെ പരലോകത്തെ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട ആൾ, പരലോകത്തെ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്ന ആൾ പലിശ വാങ്ങിയവനാകുമെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഭയങ്കരമാണ്, അത് ഭയങ്കരമാണ്. പലിശ വാങ്ങിയ ആള്, ഒരാൾ പലിശക്കാരനാണെങ്കിൽ അള്ളാന്റെ റെക്കോർഡിൽ ദോഷിയാണെന്ന് ഉറപ്പാണ്. വേറെ ഒരു തെറ്റ് പോലെയുമല്ല, വേറെ ഒരു തെറ്റ് പോലെയുമല്ല പലിശ. ഇതിൽ അല്ലാഹു തആല തിരിച്ചെടുക്കില്ല. തിരിച്ചെടുക്കണമെങ്കിൽ അയാൾ വാങ്ങിയ ആളുകളോട് മാപ്പ് പറയണം. സാരല്ല, പഠിച്ചോനെ മാപ്പാക്കണേ, ഇയാളോട് പറയണം മടക്കി കൊടുക്കണം, അല്ലെങ്കിൽ മാപ്പാക്കണം. an എക്സാമ്പിൾ, അതാണ് അതിന്റെ ഉദ്ദേശം. അതായത് അന്യന്റെ ധനത്തിൽ കൈവെക്കണം. അതിനേക്കാൾ വലിയ രസം എന്താണെന്നറിയോ? പരലോകം ഏറ്റവും കൂടുതൽ അടയാളം കൊടുക്കുക നല്ല ആളുകൾക്കും ചീത്ത ആളുകൾക്കും. നല്ല ആളുകളിൽ ഏറ്റവും വലിയ അടയാളം കൊടുക്കുക വുളൂഇനെ നിത്യമാക്കിയവർക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അവർക്ക് അല്ലാഹു അടയാളം കൊടുക്കും, അവരെ കയ്യും മുഖവും പ്രകാശിക്കും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ശ്രദ്ധിക്കണേ, എപ്പോഴും ഉള്ള ആളുകൾ, ഇപ്പോഴൊക്കെ ഉള്ള ആളുകൾ കൂട്ടത്തിലുണ്ടാവും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എപ്പോഴും ഉള്ളു കൊടുത്ത് വരണം. എനിക്ക് ഉള്ളുണ്ട്, ഞാൻ ഉള്ളില്ലാത്ത ഒരു ക്ലാസ് ഇതുവരെ നടത്തിയിട്ടില്ല. ഇവിടെയും ഈ 10 കൊല്ലത്തിന് തന്നെ ഒന്നും ഇല്ലാത്തൊരു ക്ലാസ് അപൂർവമായിരിക്കും. ഞാൻ ഇവിടെ പറയാറുണ്ട്, ഒന്നുമില്ലാതെ നമ്മളെ ക്ലാസ്സിന് വരാറുണ്ട്, വരരുത് ഒന്നു കൂടി ഇരുന്നാൽ എന്താ, ആ നേരത്തെ മലക്കുകൾ ഇങ്ങനെ ഇസ്തിഗ്ഫാർ ചെയ്യും. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഈ ഇരിക്കുന്ന ആളുകളൊക്കെ ഒന്നുകൂടി കൂടിയാണ് ഇരിക്കുന്നതെങ്കിൽ എന്ത് പറഞ്ഞാലും അല്ലാഹു സ്വീകരിക്കുമെന്ന കാര്യം ഉറപ്പാണ്. അത്രയും വലിയ കാര്യം. അപ്പോൾ നമ്മൾ പറഞ്ഞു കൊണ്ടുവരേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, പരലോകത്തെ ഏറ്റവും വലിയ ഒരു അടയാളം ഒന്നുമുള്ള ആളുകൾക്കാണ്. അവരെപ്പോഴും അംഗസ്നാനം ചെയ്ത് ശുദ്ധി വരുത്തിയൊക്കെ ഇരിക്കുന്ന ആളുകൾക്ക് ഭയങ്കര ശുദ്ധിയും ഇസ്ലാമും തമ്മിൽ ഭയങ്കര ബന്ധം. എന്നാൽ തിന്മയുടെ ആളുകളിൽ പരലോകത്തെ അടയാളം ഉണ്ടാവുക ചതിയന്മാർക്കാണ്. അങ്ങനെയാണ് ഹദീസ്, അങ്ങനെയാണ്. അന്ത്യനാളിൽ ചതിയന്മാരുടെ മുഴുവനും ഇവിടെ ഈ ബാക്ക് ഭാഗത്ത് ഒരു കൊടി നാട്ടി വെക്കും എന്നാണ്. ഇസ്ത് എന്ന് പറഞ്ഞാൽ അവന്റെ ബാക്ക് സീറ്റ്. ആ ബാക്ക് സീറ്റിന്റെ അവസാന ഭാഗം, അവിടെ നിന്നാണ് മൃഗങ്ങൾക്ക് വാല് മുളക്കാറുള്ളത്. അവിടെ മൃഗങ്ങൾക്ക് വാല് മുളക്കുന്ന ഭാഗത്ത് മനുഷ്യർക്ക് വാല് മുളക്കും. മഹ്ശറിൽ വാല് മുളക്കുന്ന വലിയ വാല് താഴേക്കല്ല, വാല് മുകളിലേക്കായിരിക്കും. ലിവാവുൻ, അത് കൊടിയായിരിക്കും. അതിൽ ഏറ്റവും വലിയ കൊടി ചതിയനായ നേതാവിന്റെ കൊടിയായിരിക്കും എന്ന് പുണ്യ നബി കൃത്യമാണ്. പരലോകത്തെ ഏറ്റവും കൂടുതൽ കുറ്റവാളികളിൽ ഏറ്റവും കൂടുതൽ അടയാളം ഇവർക്കായിരിക്കും, ഏറ്റവും വലിയ അടയാളം ഇവർക്കായിരിക്കും. മറ്റെന്തിനാണെങ്കിലും പരിധിയുണ്ട്, ഇവർക്ക് ചതിയന്മാർക്ക് അടയാളത്തിന് പരിധി ഉണ്ടാവില്ല. അവന്റെ ചതിയുടെ ഖദർ അനുസരിച്ചായിരിക്കും കൊടി നീളുക. എത്രയാണോ അയാൾ ചതിച്ചത് അത്രയും അയാൾക്ക് കൊടി അങ്ങനെ വളരും. ഇവിടെ ഒരു വാൽക്കുറ്റി പോലെയുള്ള ഈ ഭാഗത്ത് കൊടി അങ്ങോട്ട് കയറും, ഒരു കൊടി ഇങ്ങനെ വളരും. അതിലെ ഈ ഹദീസ് ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും മുത്തഫഖായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുത്തഫഖ അലൈഹിയാണ്. ഇമാം മുസ്ലിം ഇമാം സ്വഹീഹുൽ ബുഖാരിയും സ്വഹീഹ് മുസ്ലിമിനും മുത്തഫഖ അലൈഹിയായ ഹദീസാണ്. ചിന്തിക്കണം, വലിയ കാര്യമായി നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു നമ്മെ കാക്കട്ടെ. ചതി ഉറക്കെ പറ, അല്ലാഹു നമ്മെ കാക്കട്ടെ. ചതി ഭയങ്കര, ഒരിക്കലും ചതിക്കാൻ പാടില്ല. നിയമത്തിന്റെ മതം അതിനു വേണ്ടിയാണ്.
മതം എന്ന് പറഞ്ഞാൽ അതിനു വേണ്ടിയാണ്. മതം മനുഷ്യർക്കിടയിൽ നീതി ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അല്ലാതെ എന്താ മതം? ഖദ് അർസൽനാ റുസുലനാ ബിൽ ബൈനാത് വഅൻസൽനാ മഅഹുൽ കിതാബ വൽ മീസാൻ ലിയഖൂമൻ നാസു ബിൽ ഖിസ്ത് വഅൻസൽനൽ ഹദീദ ഫീഹി ബഅസുൻ ശദീദുൻ വമനാഫിഉ ലിന്നാസ്. ഒരു അധ്യായത്തിന്റെ പേര് ഇരുമ്പ് എന്നാണ്. ഖുർആനിൽ ഒരു അധ്യായത്തിന്റെ പേര് അൽ ഹദീദ്, ഇരുമ്പ്. അൽ ഹദീദ്, ഇരുമ്പ് എന്ന് പറയുന്നത് വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുമായിട്ട് നാം പ്രവാചകന്മാരെ അയച്ചു. അവരോട് കൂടെ നാം ഇറക്കുകയും ചെയ്തു അൽ കിതാബ, വേദഗ്രന്ഥത്തെയും വൽ മീസാന, ത്രാസിനെയും. ഒരു കയ്യിൽ വേദഗ്രന്ഥവും ഒരു കയ്യിൽ ത്രാസും പിടിച്ചാണ് പ്രവാചകന്മാർ വന്നത്. ഇതൊരു ത്രാസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ത്രാസ് തൂക്കി പിടിച്ചു വരിക എന്നല്ല ആ പറഞ്ഞതിന്റെ അർത്ഥം. അതിന് അലങ്കാരിക പ്രയോഗം, പക്ഷെ ഇത് ആശയാണ്. അതായത് വേദഗ്രന്ഥത്തിൽ അവർ പുറത്തെടുക്കുന്നത് ത്രാസാണ്. മനസ്സിലായില്ല? ചിന്തിക്കണേ. പ്രവാചകന്മാരോടുകൂടെ നാം രണ്ട് കാര്യത്തെ അയച്ചു. ഒന്ന് വേദഗ്രന്ഥത്തെയും വൽ മീസാന, ത്രാസിനെയും. അഥവാ പ്രവാചകന്മാർ, വേദഗ്രന്ഥം കയ്യിൽ പിടിച്ച പ്രവാചകന്മാർ ഇവിടെ പ്രാവർത്തികമാക്കേണ്ടത് നീതിയാണ്. ഇരുമ്പിനെയും അതോടുകൂടി ഞാൻ ഭരണാധികാരികൾക്ക് ഇറക്കി കൊടുത്തിട്ടുണ്ട്. കഠോരമായ ചില കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ട്. അഥവാ നീതി നടപ്പിലാക്കണമെങ്കിൽ ഒരു പക്ഷേ ചിലപ്പോൾ അവർക്ക് ആയുധവും പ്രയോഗിക്കാം എന്നർത്ഥം. ശ്രദ്ധിക്കണേ. ആ ആയത്ത് നിങ്ങൾ കണ്ടില്ലേ? വേദഗ്രന്ഥം, ത്രാസ്, ഇരുമ്പ്. വേദഗ്രന്ഥം, ത്രാസ്, ഇരുമ്പ്. ത്രാസിന്റെ അവിടെ ഇരുമ്പിനെ പറയുന്നില്ല. കാരണം അവിടെയല്ല ഇരുമ്പിന്റെ ആവശ്യം. ഈ വേദഗ്രന്ഥവും ത്രാസും നടപ്പിലാക്കണമെങ്കിൽ ചിലപ്പോൾ ഇരുമ്പ് വേണ്ടി വരും. സായുധ വിപ്ലവങ്ങൾ വേണ്ടി വരും. സായുധ വിപ്ലവങ്ങൾ വേണ്ടി വരും ചിലപ്പോൾ. അങ്ങനെയാ ബോൾഷെവിക്കുകൾ അധികാരത്തെ 1917 വന്നപ്പോൾ സായുധ വിപ്ലവം നടത്തി. സായുധ വിപ്ലവം തന്നെയാ ഫ്രഞ്ച് സമരം, ഫ്രഞ്ച് വിപ്ലവം, സായുധ വിപ്ലവം, ഒക്ടോബർ വിപ്ലവം ഒക്കെ സായുധ വിപ്ലവങ്ങളാണ്. ഭരണാധികാരികളാണ് കൈവെക്കേണ്ടത്. അവിടെ ഇരുമ്പ് എന്ന് പറഞ്ഞാൽ എല്ലാവരെയും അവർ കൊല്ലുക എന്നൊന്നുമല്ല ഈ പറഞ്ഞർത്ഥം. അവര് കൈകാര്യം ചെയ്യണം. ഭരണാധികാരികൾക്ക് ഞങ്ങൾ അറിയൂല, ഞങ്ങൾക്കാവൂല, ഭരണാധികാരികൾക്ക് പറയാൻ വഴിയില്ല. അല്ലെങ്കിൽ അവർ ഒരു സ്ഥാനം ഒഴിയണം. സാമൂഹികമായ ഏത് തിന്മയെയും കൈവച്ച് അതിനെ ജനജീവിതം സുഖകരമാക്കേണ്ടത് ഭരണാധികാരിയുടെ ഉത്തരവാദിത്തമാണ്. അവിടെ ഭരണാധികാരികൾ കൈകഴുകാൻ പറ്റില്ല. പിന്നെ ആര് ചെയ്യും? ഭരണം ഒരിക്കലും ഇത്തരം കാര്യത്തെ സാധാരണ ജനങ്ങൾ കയ്യിലെടുക്കാനും പാടില്ല. അപ്പോൾ ഇവിടെ കാര്യത്തിന്റെ മർമ്മം ഗൗരവമായി നമ്മൾ മനസ്സിലാക്കണം. ഇത് ഭരണാധികാരികൾക്ക് അതാരാണെങ്കിലും ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഇപ്പോൾ കേരളത്തിൽ LDF സർക്കാർ ഭരിക്കുന്നു. മാസങ്ങൾ കഴിഞ്ഞാൽ UDF സർക്കാർ വരുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്തു. UDF സർക്കാർ വന്നിട്ട് എന്ത് പറയുമെന്ന് അല്ലാഹു അലം. അതൊന്നും എനിക്കറിയില്ല, ഞാൻ അതിൻ്റെ ഒന്നും ആളല്ലതാണ്. അപ്പൊ ഞാൻ എന്താ ഈ പറയുന്നതിന് പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ, അതായത് ഇത് LDF സർക്കാരിനെ തകർക്കാനോ UDF സർക്കാരിനെ തൽക്കാലം താങ്ങാനുള്ള ഒരു പരിപാടിയുള്ള അല്ല. ഇവരൊക്കെ അറിയാതെയും ഒക്കെയാണ് ഈ ജാതി കളികളൊക്കെ ഇവിടെ നടക്കുന്നത് എന്നൊരു വലിയ ഒരു സത്യമാണ്. ദേശാഭിമാനിക്ക് 2 കോടി ഉറുപ്പികയാണ് സാന്റിയാഗോ മാർട്ടിൻ വെറുതെ കൊടുത്തത്. ആർക്കത് അറിയാത്തത്? അവസാനം മടക്കി കൊടുക്കേണ്ടി വന്നു. പരസ്യമായി തന്നെ അത് മടക്കി കൊടുത്തു. അത് വലിയ സംഭവമല്ലേ? നിങ്ങൾ ചിന്തിക്കണം. ഒരു കേരളത്തിലെ നേരത്തെ അറിയാൻ ദേശാഭിമാനിയാണ്. ഞാനതിനെ എതിർക്കുകയല്ല, ഞാനത് ചിന്തിക്കുകയാണ്.